ചങ്ങാതിമാരെ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഇതാ സാമ്പാർ കേട്ടോ, ഒരു രക്ഷയില്ല. എന്നാ കിടക്കാച്ചി സാമ്പാറെന്ന് പറയുന്നത്. നല്ല ചൂട് ഇഡ്ഡലിയോ അല്ല നല്ല ചൂട് ദോശ ഉണ്ടെങ്കിൽ ഇതേ ഈ സാമ്പാർ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെമ്പ് സാമ്പാർ അറിയാതെ കഴിച്ചു പോകും. അപ്പോൾ ഈ സാമ്പാർ കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ വെച്ച് പിടിപ്പിച്ച മൂന്നാറുള്ള സീസ് മൗണ്ടൻ റിസോർട്ടിലേക്ക് കേട്ടോ, നമ്മുടെ ചങ്ങാതി പ്രോപ്പർട്ടി ആയിരുന്നു. നമ്മളെ നേരെ അവിടെ ചെന്നപ്പോൾ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ അടുത്ത വൈബ് സംഭവം കണ്ടപ്പോൾ നമ്മളൊന്നും വിചാരിച്ചത് നമ്മുടെ ചങ്ങാതിമാരെ എല്ലാം ഒന്ന് കാണിച്ചേക്കാൻ നോക്കുക പ്രോപ്പർട്ടി ഒന്നും മൊത്തത്തിൽ. അതിനുശേഷം നമ്മുടെ റൂം വന്നു. അപ്പോൾ നമ്മൾ നോർമലായിട്ട് റൂമിലേക്ക് കയറി റൂം കണ്ടു. ബാത്റൂം നല്ല അടിപൊളി ബാത്റൂം, ബെഡ്റൂം നോക്കിയപ്പോൾ അടിപൊളി ബെഡ്റൂം, എല്ലാ സെറ്റപ്പും ഓക്കെ. നേരെ ബാൽക്കണിയിലേക്ക് ചെല്ലപ്പോൾ നമ്മൾ അടുത്ത കണ്ണ് തള്ളിയത് കേട്ടോ. വ്യൂ, പൂളിൽ നിന്നുള്ള വ്യൂ എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ ഇനി എങ്ങാനും നിങ്ങൾ മൂന്നാർക്ക് എങ്ങാനും പോകുന്നുണ്ടെങ്കിൽ നേരെ സീസ് മൗണ്ടൻ്റെ വെബ്സൈറ്റ് കയറിയാൽ മതി. ഓൺലൈനിലുണ്ട്. നേരെ ബുക്ക് ചെയ്യുക, വെച്ച് പിടിപ്പിക്കുക. നല്ല കിടുക്കാച്ചി ഫുഡുമാണ്, നല്ല വൈബ് ലൊക്കേഷനുമാണ്. ഒന്നും നോക്കണം, പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് നമ്മൾ നേരെ വെച്ച് പിടിപ്പിച്ചു. ആദ്യം തന്നെ വെയിറ്റുകളൊക്കെ എടുത്ത് കറക്കും പിടിച്ചൊക്കെ തിരിച്ചും മറിച്ചത് ഏറെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇവനെ ഞാൻ കഴുകാമെന്ന് വിചാരിച്ചു. കഴുകിക്കൊണ്ടിരുന്നപ്പോഴേക്ക് ഞാൻ നേരെ ഷെഫിനോട് പറഞ്ഞു, ഈ സംഭവം ഒന്ന് നമുക്ക് നല്ല പൊളിക്കണമല്ലോ ഷെഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഷെഫ് പറഞ്ഞു നമുക്ക് സാമ്പാർ തന്നെ പൊളിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സാമ്പാറിനുള്ള കലാപരിപാടി തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഇതുപോലെ വെയിറ്റുകളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബുദ് ആൽക്കെമിസ്റ്റ് ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, കമൻറ്റുകൾ വാരി തരാനും, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ പറയുക. കാരണം ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ തന്നെ സാമ്പാർ പരിപ്പെടുത്തു. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തൊഴിച്ചു. വെള്ളം ഒഴിച്ച ശേഷം അവനെ ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുക്കുക. കാരണം സാമ്പാർ പരിപ്പ് നല്ലോണം കഴുകണം കേട്ടോ, 3-4 പ്രാവശ്യം. കഴുകിയ ശേഷം ഇതുപോലെ ഒരു പാത്രം എടുത്ത് പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം ഇതുപോലെ മഞ്ഞപ്പൊടി ഉപ്പിട്ട് കൊടുക്കുന്നു. മഞ്ഞപ്പൊടി ഉപ്പിട്ട ശേഷം വെള്ളം തിളച്ച ശേഷം സാമ്പാർ പരിപ്പ് അതിലിട്ടങ്ങ് വേവിക്കാൻ വെക്കുക. അവനങ്ങ് തിളച്ച് മറിയുന്ന സമയത്ത് നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുക. ഉരുളി എടുത്ത് വെച്ചു. ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത സാമ്പാർ ഉണ്ടാക്കാൻ കേട്ടോ. വെളിച്ചെണ്ണ വെച്ച ശേഷം വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന പരുവത്തിൽ ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്ന പരുവാകുമ്പോഴേക്ക് അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ്, ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിടക്കാച്ചി സാമ്പാറാണ്. അപ്പോൾ ഉഴുന്നിട്ട് ഇതിലിട്ട് ഇങ്ങനെ മൂപ്പിക്കുക കേട്ടോ. ഉഴുന്നൊന്ന് മൂത്തത് ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് അതിലേക്ക് കടുകിട്ടങ്ങ് പൊട്ടിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ആദ്യം അങ്ങ് ചെയ്യുവാണ്. സാധാരണ സാമ്പാറിൽ ഇതെല്ലാം അടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റാണ് ചെയ്യുന്നത്, കടുകിട്ട് പൊടിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചങ്ങാതി കടുകൊക്കെ ഇട്ട് പൊടിച്ചു. അതിനുശേഷം ലേശം ജീരകം ഇട്ടു. അതിനുശേഷം നീളത്തിലരിഞ്ഞ് ഇഞ്ചി എടുത്തൊരു മറിക്കുന്നു. ഇഞ്ചി എടുത്ത് ഇതിലിട്ടങ്ങ് മൂപ്പിക്കുന്നു. മൂപ്പിച്ച ശേഷം പച്ചമുളക് 2 കീറിയോ 3 കീറിയോ പച്ചമുളക് എടുത്തൊരു മറിക്കുന്നു. ഇതെല്ലാം കൂടെ മറിച്ച ശേഷം ഇവരൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ചെറുള്ളി ഇതുപോലെ 2 കീറിയോ 3 കീറിയോ ചെറുള്ളി എടുത്തൊരു മറിക്കുന്നു. എന്നിട്ട് ഇവനെ ഇട്ട് ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിച്ച് ഏകദേശം ഒരു പരുവായി വരുമ്പോഴേ ചുമന്ന മുളകും കരുവേപ്പിലയും കൂടെ എടുത്തൊരു മറി. അതുകൂടെ ഇട്ട ശേഷം നല്ല രീതിയിലങ്ങ് നോക്കാം. അപ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ, വെളിച്ചെണ്ണയ്ക്കകത്തിട്ടില്ലേ മൂപ്പിക്കുന്നത്. അപ്പോൾ സ്മെല്ല് വേറെ ലെവലായിട്ടാണ് എൻ്റെ ചങ്ങാതി. എന്നിട്ട് തക്കാളി 2 കീറിയോ 3 ആയിട്ട് കട്ട് ചെയ്ത് തക്കാളി എടുത്തൊരു മറിക്കുന്നു. എന്നിട്ട് തക്കാളി ഇതിലിട്ടങ്ങ് വാട്ടിങ് എടുക്കുന്നു. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുന്നു. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുന്ന ശേഷം മസാല ഇടുന്ന കലാപരിപാടി. ആദ്യം തന്നെ ഇതുപോലെ മഞ്ഞപ്പൊടി ഇടുന്നു. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ലേശം ജീരോ പൗഡർ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം സാമ്പാർ പൗഡർ അവർ തന്നെ ഉണ്ടാക്കിയൊരു സാമ്പാർ പൗഡർ കേട്ടോ. അപ്പോൾ ആ സാമ്പാർ പൗഡറും കൂടെ ഇട്ട ശേഷം ചെറു ചൂടിൽ ഇവനെ ഇങ്ങനെ നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുന്നു. ആ മൂപ്പിക്കുന്നതിനകത്ത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ആ സ്മെല്ല് വരുന്നവരെ ഇങ്ങനെ മൂപ്പിക്കണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നല്ല സ്മെല്ല് വരുന്നവരെ മൂപ്പിച്ച ശേഷം അടുത്തതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇതുപോലെ എടുത്തൊരു മറിക്കുന്നത്. അപ്പോൾ വെജിറ്റബിളിനകത്തുള്ള വെള്ളം കൂടെ ചേർത്ത് കേട്ടോ ഇതിലേക്ക് എടുത്ത് മറിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ അങ്ങ് മിക്സ് ചെയ്യുന്നു. ഇതുപോലെ മിക്സ് ചെയ്യുന്നു. അതാ വെജിറ്റബിൾ ഇനി വേവിക്കലാണ് അടുത്ത കലാപരിപാടി. ആ വെജിറ്റബിൾ വേവിക്കുന്ന സമയത്ത് നമ്മുടെ നല്ല കിടക്കാച്ചി ഹോംമെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഹോംമെയ്ഡ് അച്ചാറുകൾ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജ് കിടപ്പുണ്ട്, അല്ല സ്റ്റോറിക്ക് അത് കിടപ്പുണ്ട്. ഒന്നും നോക്കണ്ട, ഒരു ഹായ് എന്ന് മെസ്സേജ് ഇട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറച്ച് ഏറ്റുമാനൂർ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റും വന്ന് മേടിക്കാം കേട്ടോ. അപ്പോൾ സാമ്പാർ ഇങ്ങനെ തിളച്ച് മറിയുന്ന സമയത്തേക്ക് നല്ലവണ്ണം വെന്തൊരു പരുവായിട്ടിരിക്കുന്ന നമ്മുടെ പരിപ്പുണ്ടല്ലോ, സാമ്പാർ പരിപ്പെടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം ഇവനത് ഇതുപോലെ തന്നെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ അങ്ങ് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ നല്ല സ്മെല്ലാട്ടോ എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല, സംഭവം പൊളിയാട്ടോ. അതിനുശേഷമാണ് ചങ്ങാതി ഇതിലേക്ക് വറുത്തരപ്പങ്ങ് ചേർത്തു. ഇതുണ്ടോ, വറുത്തരപ്പിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമ്മൾ വറുത്തരപ്പിൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്നത്. ലേശം വറുത്തരപ്പും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ തിളച്ച് മറിയുമ്പോൾ തന്നെ ഒരു സ്മെല്ലാട്ടോ എൻ്റെ ചങ്ങാതി. അതിനുശേഷം ഇതിലേക്ക് വാളംപുളി വെള്ളം ലേശം ചേർത്തു. അവനെയും ഇതുപോലെ ഇട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഏകദേശം സാമ്പാർ ഇങ്ങനെ അങ്ങ് തിളച്ച് മറിയുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ എൻ്റെ ചങ്ങാതി. ഇപ്പം നിങ്ങൾക്ക് തന്നെ കൊതിയാവുന്നില്ലേ? എനിക്ക്
കൊതി വന്നിട്ട് രക്ഷയില്ല. പിന്നെ നിങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ലാസ്റ്റായിട്ട് എൻ്റെ ചങ്ങാതി അതിലേക്ക് ലേശം ദേ ഇതുപോലെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടിയും കൂടെ ചേർത്ത ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. എൻ്റെ ചങ്ങാതി അപ്പോഴേക്കൊരു സ്മെല്ലങ്ങ് വരും കേട്ടോ. ദൈവമേ, ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ലേശം ദേ കൊറിയാണ്ടർ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ ശേഷം അവൻ്റെ മുകളിലേക്ക് ദേ വാരി വിതറുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് അങ്ങ് ഇളക്കി ഒരു പിടുത്തം പിടിക്കുക എൻ്റെ ചങ്ങാതി. ഒരു രക്ഷയില്ല. അപ്പോൾ ഇതുപോലെയുള്ള കിടുക്കാച്ചി സാമ്പാർ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല എൻ്റെ ചങ്ങാതിമാർ. പൊളി.